രാവിലെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കയറി. പക്ഷെ ഒരു സാധനം വാങ്ങിക്കാതെ ഇറങ്ങി വന്നു കേട്ടോ. അത്രയ്ക്ക് ഒരുമാതിരി കിടക്കുമായിരുന്നു അവിടെ. എനിക്കാണെങ്കിൽ എന്തോ പോലെ അങ്ങ് തോന്നുമായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ ഒരു പച്ചക്കറി കട കയറിയിട്ട് അവിടെ നിന്ന് 100 രൂപയുടെ കിറ്റും വാങ്ങിച്ചിട്ട് നേരെ പുന്തരത്താഴത്തോട്ട് വന്നു. അവിടുന്ന് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. കുഞ്ഞിനൊന്നും ഇറങ്ങിയില്ല കേട്ടോ, ഞാൻ മാത്രമാണ് കയറിപ്പോയത്. അപ്പോഴാണ് ആൾ വിളിച്ചിട്ട് പറഞ്ഞത് ഒരു പാലോ അല്ലെങ്കിൽ മാവോ വാങ്ങിച്ചിട്ട് വരുമോ, ഒരമ്മയ്ക്ക് കൊടുക്കാനാണ്. അങ്ങനെ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഒരു പാലും ഒരു മാവും വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെ ആ അമ്മയ്ക്ക് കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇത് അമ്മ ഇവിടെ ഇരുന്ന് ചക്ക അരിയാണ്. ചക്കയ്ക്ക് ഇന്ന് കറി വെക്കാനൊന്നും ഇല്ല എന്നും പറഞ്ഞ് പരാതിയും പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ബീഫ് അങ്ങോട്ട് കാണിച്ചത്. അപ്പോഴത്തേക്ക് അമ്മയുടെ മുഖത്ത് സന്തോഷം ഒന്ന് കണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇരുന്നപ്പോഴേക്കാണ് മമ്മി വന്നത്. അങ്ങനെ മമ്മിയായിട്ട് കുറച്ച് കാര്യം പറഞ്ഞൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് ഇതാ അടുക്കള ചെന്നപ്പോഴത്തേക്ക് അമ്മ ചക്ക വേവിച്ചെല്ലാം സെറ്റാക്കി വെച്ചു. ഈ ചക്ക വേവിച്ചത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ കഴിഞ്ഞൊരു പ്രാവശ്യം ചക്ക പുഴുങ്ങിയ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഇങ്ങനെയല്ല വെക്കുന്നത്, അങ്ങനെയാണ് വെക്കുന്നതെന്ന് കുറേ പേര് പറഞ്ഞു. ഞങ്ങളുടെ ഇവിടെ ഇത് ചക്ക പുഴുക്കെന്നല്ല കേട്ടോ പറയുന്നത്, ഞങ്ങളിവിടെ ചക്ക വേവിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ രീതികളല്ലേ. അങ്ങനെ പിന്നെ ഇതാ മമ്മി വന്നപ്പോൾ കുറച്ച് പാപ്പങ്ങളൊക്കെ കൊണ്ടുവന്നേ, അതിൽ നിന്ന് ഓരോന്നൊക്കെ എടുത്ത് തിന്നിട്ട് പിന്നെ ഇന്ന് ബീഫ് കറി ഞാനാട്ടോ വെക്കുന്നത്. അങ്ങനെ ബീഫ് കറിക്കുള്ളതും കൂടെ അടുപ്പത്താക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നല്ല ചക്കയുടെ മണം വരുന്നത്. പഴുത്ത ചക്ക എടുത്ത് വെച്ചിട്ട് എന്നെ കൊതി കാണിപ്പിക്കുന്ന എൻ്റെ അമ്മ. ഞാൻ പിന്നെ കൊതി കാരണം ഒരെണ്ണം കഴിച്ചു കേട്ടോ. പിന്നെ ഇതാ ബീഫ് കറിയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ കുറച്ച് ആ ഒരു സമയത്ത് ഒരു കുഴപ്പമില്ല, പിന്നീട് എന്നെ ചട്ടി ചതച്ചു എന്ന് മനസ്സിലായി. ഇത് പുതിയ ചട്ടി ആയതുകൊണ്ട് പുതിയ ചട്ടിയുടെ ആ ഒരു ടേസ്റ്റ് അത് കയറി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു.